അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ JK ഇരുന്ന് ഇങ്ങനെ ഒരു ഫോണ് വരികയാണ് കേട്ടോ. JK ഇരുന്ന് ഇങ്ങനെ നോവലൊക്കെ എഴുതുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ അറിയാത്തൊരു കോളാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് JK എന്തായാലും ശരി എടുക്കുക, ഇതാരോ ആണ് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ അങ്ങേ തിലക്കൽ മധുബാലയായിരിക്കും കേട്ടോ. മധുബാല ആകെ പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങളെ നമ്പർ മാറ്റും, നിങ്ങൾ ഒളിഞ്ഞു നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാനെന്താ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാൻ പല പ്രാവശ്യം ആ ഹോട്ടലിലേക്ക് വന്നിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് നടന്നില്ല. എന്തായാലും നിങ്ങളെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അല്ല, നിങ്ങളിങ്ങനെ ഒളിച്ച് കളിക്കുകയാണ്, ഈ ഒളിച്ച് നാടകം തുടരുകയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ വന്ന് ഞാൻ കുട്ടികളുടെ മുമ്പിൽ നിങ്ങളെ വഷളാക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. JKയോട് മധുബാല പൊട്ടിത്തെറിക്കുകയാണ്. അതേസമയം JK പറയുന്നുണ്ട്, നീ എന്താണ് പറഞ്ഞാൽ ചെയ്യേ എന്ന് പറഞ്ഞ് JK ദേഷ്യത്തോട് കൂടിയിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചനയുടെ മനസ്സിൽ മുഴുവനും ചിന്നുമോൾ പറഞ്ഞ ആ JKയെക്കുറിച്ച് മാത്രമാണ്. കാരണം ചിന്നുമോൾ രക്ഷിച്ചത് JK ആണെന്ന് അത് വസുവിനോടും ദീപ്തിയോടും വന്നിട്ട് പറയാണ് കേട്ടോ. ദീപ്തിയോട് ഇങ്ങനെ പറയാണ്, ദീപ്തി, അവളുടെ കോളേജിലെ ആ മാഷ്, ആ JK മാഷെ എനിക്കൊന്ന് കണ്ടേ തീരൂ. കാരണം ആ ഗുണ്ടകളിൽ നിന്നും ആ തെമ്മാടി പയ്യന്മാരുടെ നിന്നും എൻ്റെ മോളെ രക്ഷിച്ചിരിക്കുന്നത് ആ JK ആണ്. അതേസമയം ആ JKയോട് ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇത്തിരി മോശമായി പോകും. അതുകൊണ്ട് എനിക്ക് എന്തായാലും ശരി ആ JKയെ കാണണം. പക്ഷേ അയാൾക്കൊന്നും ഓർമ്മയില്ല എന്നാണ് അയാൾ പറയുന്നത്. ചിന്നുമോൾക്ക് ആകെ വിഷമമാണ്. ആ സാർക്ക് ഒന്നും പറഞ്ഞത് മനസ്സിലാവുന്നില്ല. ആ സാറല്ല രക്ഷിച്ചത് എന്നാണ് ആ സാറ് പറയുന്നത് എന്നാണ് ചിന്നുമോൾ പറയുന്നത്. ചിന്നുമോൾക്ക് ആകെ വിഷമമാണ്. അതുകൊണ്ട് ഞാനൊന്ന് ആ JKയെ കണ്ടിട്ട് മാപ്പ് അതുപോലെ നന്ദി അറിയിക്കട്ടെ ഞാനെന്ന് എന്ന് പറയണം കേട്ടോ. അതേസമയം ദീപ്തി ഇത് കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് സംഗതി എന്ന് ദീപ്തിക്കും അറിയണില്ല കേട്ടോ. ഈ JK ആണ്, അർച്ചന കരുതുന്നത് JK വേറെ ആളാണ്. പക്ഷേ രണ്ടുപേരും കൂടി കണ്ടുമുട്ടാൻ പോവുകയാണ്. എന്തായാലും ശരി അർച്ചന കോളേജിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.